അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചത് ഏറ്റവും ഹിറ്റടിക്കുന്ന വിജയ ഫോർമുലയുള്ള സിനിമകളെക്കുറിച്ച് വളരെയധികം പഠിച്ചതിന് ശേഷം അതിനെ ക്രോഡീകരിച്ച് എഴുതിയേക്കുന്ന ഒരു ബുക്കാണ്. അത് ഫോളോ അപ്പ് ചെയ്താൽ ഒരു വിജയകരമായ തിരക്കഥ എഴുതാനും കഥയും തിരക്കഥയും സംഭാഷണം എഴുതാനും ഒരാൾക്ക് എങ്ങനെയാണ് സിനിമയെ സമീപിക്കേണ്ടത്, ആദ്യത്തെ സീൻ എങ്ങനെ ആയിരിക്കണം, എത്ര മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പോകേണ്ടത്, കഥ എന്ന് പറയുമ്പോൾ അതിനൊരു ഫസ്റ്റ് വേർഡ് എന്ന് വെച്ചാൽ ആദിമധ്യ അന്തം ഉണ്ടാവണം. ആദിമധ്യാന്തമാണ് കഥ. ഒരു തുടക്കവും ഒരു മധ്യവും ഒരു എൻഡും വേണം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും SP ബ്ലോഗിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ, എന്താണ് സിനിമയെക്കുറിച്ച് അറിയാനുള്ളത്? സാർ, ഇത് നമുക്കേ ഇപ്പം പുതിയ ആളുകൾ ഇപ്പം സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ അതാണല്ലോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കുക. സാറിൻ്റെ ഈ 31 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു സിനിമ എങ്ങനെ തുടങ്ങും? അതിൻ്റെ ഒരു കഥാബീജം, അതിൻ്റെ സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയാണ് ഒരു സിനിമ തുടങ്ങേണ്ടത്? അതിനെന്തൊക്കെ രീതിയിലാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? എന്തൊക്കെ വഴികളിലൂടെയാണ് അതിന് സഞ്ചരിക്കേണ്ടത്? ഇതാണ് എൻ്റെ ചോദ്യം. അതായത് നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ സിനിമ പല ആളുകളിൽ നിന്നും തുടങ്ങാം. സിനിമ എന്തായാലും തുടങ്ങേണ്ടത് കഥയിൽ നിന്ന് തന്നെയാണ്. ഒരു കഥ ഒരാളിൽ എൻ്റെ ഒരു ആശയം, അയാൾക്ക് അത് ആശയം എക്സ്പ്രസ് ചെയ്യണം എന്ന് അയാൾക്ക് മനസ്സിലാക്കി അയാളൊരു കഥ എഴുതുന്നു. ആ കഥ എഴുതുമ്പോൾ, എഴുതി കഴിഞ്ഞതിന് ശേഷം അത് പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ അയാൾക്കതൊരു സിനിമയാക്കണമെന്ന്, ആ കേൾക്കുന്നതിൽ ഒരാൾക്ക് സിനിമയാക്കണമെന്ന്, ഒരു പ്രൊഡ്യൂസറാവാം അല്ലെങ്കിൽ ഒരു സംവിധായകനാവാം. അവിടെ നിന്നാണ് സിനിമ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അയാൾക്ക് അപ്പം തോന്നുന്നൊരു വൈകാരികമായ വിഷയം. ഇപ്പോൾ നമുക്ക് കവിതയിലൊക്കെ ആണെങ്കിൽ ഒരു മഞ്ഞു തുള്ളി അല്ലെങ്കിൽ രാവിലത്തെ ഒരു തുള്ളി വന്നിട്ട് താഴത്തേക്ക് വീഴുന്നത് ഒരു കഥയാക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു കവിതയാക്കി മാറ്റാം. പക്ഷേ സിനിമയ്ക്ക് ഒരു ദൃശ്യപരമായിട്ടുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട്, അതിനകത്ത് കുറച്ച് വിഷ്വൽസ് വരണമുണ്ട്. അതങ്ങനെ ആക്കാൻ പറ്റില്ല എന്നല്ല, എങ്കിലും പ്രേക്ഷകരെന്ന് പറഞ്ഞ ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സിനിമ ചെയ്യണത്. നമ്മുടെ മുൻപിൽ ഒരു പ്രേക്ഷകർ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ കഥ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു ട്വിറ്റർ എന്നൊരു പടം, അതിൻ്റെ ഡയറക്ടർക്ക് ഒരു മാറ്റർ അവർ കൊടുത്തത്, അല്ലെങ്കിൽ കഥാകൃത്തിന് മാറ്റർ കൊടുത്തത്, കഥ കൊടുത്തത് ഒരു ചുഴലിക്കാറ്റ്. അതാണ് മെയിൻ സംഭവം. ആ ചുഴലിക്കാറ്റ് വെച്ച് അയാളൊരു സിനിമ ഉണ്ടാക്കി വിജയിപ്പിച്ചു. അപ്പോൾ അതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ അതിനകത്തൊരു ക്രാഫ്റ്റിന് നല്ല പ്രാധാന്യമുണ്ട്. അത് മേക്ക് ചെയ്യണ ഡയറക്ടർക്ക് ഭയങ്കര പ്രാധാന്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥ ആരമതി എക്സോർ ഏത് കഥയാവാം, എങ്ങനെയുള്ള കഥയാവാം. അപ്പോൾ ആ കഥ, എല്ലാ കഥകളും സിനിമയാക്കാൻ പറ്റില്ല. അതൊരു സംഭവം. എല്ലാ കഥാകൃത്തുക്കളും, ഫേമസ് ആയിട്ടുള്ള പല ചെറു കഥാകൃത്തുക്കളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു തിരക്കഥ എഴുതാൻ പറ്റില്ല. അതാണ് നമ്മൾ സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം എന്ന് കൊടുക്കണം. അതന്നെ ഒരു കഥ എഴുതുന്ന ആൾക്ക് ഒരു തിരക്കഥ എഴുതാൻ പറ്റിയെന്നിരിക്കില്ല. ഉദാഹരണത്തിന് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അറിയപ്പെടുന്ന എഴുത്തുകാരനായിട്ട് അക്ബർ കക്കട്ടിൽ, അദ്ദേഹം അറിയപ്പെടുന്ന ചെറുകഥാകൃത്താണ്. സത്യനന്ദിക്കാടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഒത്തിരി പ്രാവശ്യം സത്യനന്ദിക്കാട് ഒരു സിനിമയുടെ തിരക്കഥ എഴുതാനായിട്ട് ഒത്തിരി സമീപിക്കുകയും, പക്ഷേ അദ്ദേഹം എഴുതി നോക്കിയിട്ട് അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം ഈ പറഞ്ഞു കേട്ട കഥ. അപ്പോൾ ഒരു ചെറിയ സംഭവമായിരിക്കും. ഉദാഹരണത്തിന് വളരെ മനോഹരമായിട്ടൊരു കഥ, അതൊരു 4 വരിയിലൊരു കഥ പറയാം. ഉള്ളടക്കം എന്നുള്ള സിനിമയുടെ ഒരു കഥ ചെറിയാൻ കൽപ്പവാടി ചെറിയാൻ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പല കഥകളും പറഞ്ഞൊരു കൂട്ടത്തിൽ എന്ന് പറഞ്ഞത്, സ്വന്തം പ്രൊഫഷനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ. അതായത് ഒരു സൈക്കാട്രിസ്റ്റ്, ഒരു സൈക്കാട്രിസ്റ്റ് സ്വന്തം രോഗികളെന്ന് പറഞ്ഞാൽ ഞാൻ രോഗികളെ ക്യൂർ ചെയ്ത് പറഞ്ഞയക്കണം എന്നുള്ളതാണ് അയാളുടെ ഒരു ഏറ്റവും ഗംഭീരമായിട്ട്. അവർക്ക് വേണ്ടി സ്വന്തം ലൈഫ് തന്നെ കളയുന്ന ഒരാൾ. അത് അയാളുടെ പ്രൊഫഷണൽ ഒരു ഭാഗം. അതിനോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡ് അയാൾ വളരെ വർഷങ്ങളായിട്ട് പ്രണയിക്കുന്ന ഒരു പ്രണയിനി. അങ്ങനെ അപ്പോൾ ഒരു ഡോക്ടർ, അയാളുടെ ഒരു രോഗി, അയാൾ പ്രണയിക്കുന്നൊരു പെൺകുട്ടി. അപ്പോൾ അതിലൊരു രോഗി സീഫോബിയ എന്നുള്ള രോഗം ബാധിച്ച് അവൾക്കൊരു പഴയ ഒരു പ്രണയം തകർന്നു പോയതിൽ ഉള്ളൊരു ഷോക്കിൽ അങ്ങനെയുള്ളതാണ്. അവൾ ഭയങ്കര വയലൻ്റാണ്. അദ്ദേഹം അറിയപ്പെടുന്നൊരു സൈക്കാട്രിസ്റ്റാണ്. അവൾക്ക് വേണ്ടി ട്രൈ ചെയ്ത്
അവളെ വളരെയധികം സങ്കീർണമായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരികയാണ്. ഇനി അവളുടെ പാസ്റ്റെല്ലാം കണ്ടെത്തി അവളെ പതുക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഇതിൻ്റെ പാരലായിട്ട് ഈ ഔദ്യോഗിക ജീവിതം നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണം ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനുള്ള പെണ്ണു നിൽക്കുന്നുണ്ട്. ക്യൂറായി പോകുന്ന പെൺകുട്ടി, അതായത് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പ് ക്യൂറായി പോകുന്ന പെൺകുട്ടി, അദ്ദേഹം ഈ സീഫോബിയെന്ന് വളരെയധികം ജീവൻ കൊടുത്ത് ക്യൂറാക്കിയ പെൺകുട്ടി പോകാൻ നേരത്ത് വേണമെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടറെ പ്രണയിക്കുന്നു. ഒരു എത്തിക്സ് വെച്ചിട്ട് ഒരു ഡോക്ടർ എന്ത് ചെയ്യും? അയാൾക്ക് കല്യാണം നടക്കണം. പക്ഷേ ഈ രോഗിയോടുള്ള അയാളുടെ ഒരു എത്തിക്സ് ഉണ്ട്. വളരെയധികം ബിറ്ററായിട്ടൊരു ബ്ലാസ്റ്റിൽ നിന്ന് പ്രണയം തകർന്നു പോയിട്ട് തിരിച്ചു വന്ന അയാൾ കൊണ്ടുവന്ന ഇനി ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വീണ്ടും പഴയ ദുരന്തത്തിലേക്ക് പോകും. ഇതൊരു ദശാസന്ധി. ഈ ഡോക്ടർ എന്ത് ചെയ്യും? അവളെ കല്യാണം കഴിക്കോ, രോഗി പോട്ടെ, കല്യാണം കഴിക്കോ, അതവിടെ നിൽക്കട്ടെ, കല്യാണം പിന്നെ നിൽക്കട്ടെ, ഈ രോഗിയെ വളരെ തന്മയത്വമായിട്ട് വേറെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് അയാൾ വീണ്ടും അതിൻ്റെ ലൈഫ് കളയോ? അങ്ങനെയുള്ളൊരു മുഹൂർത്തമാണ്. അപ്പോൾ ഒരു 4 വരിയിലാണ് കഥ പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ അതൊരു മനോഹരമായിട്ടുള്ള തിരക്കഥയിലേക്ക് മാറി. സംവിധായകൻ കമൽ സാറിനെ പോലുള്ള പ്രതിഭാശാലിയായിട്ടുള്ള ആൾ, അതുപോലെ റോയി തോമസ് ആയിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. വളരെയധികം ആർട്ട് ഡയറക്ഷനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള സിനിമയാണ്. വളരെ ഹോണ്ടിങ്ങാണ്. ഇപ്പോഴും വളരെ മനോഹരമായിട്ട് ക്ലാസിക്കായിട്ട് നിൽക്കുന്നൊരു പടമാണ്. നല്ല പാട്ടുകളും ഹോണ്ടിങ്ങായിട്ട് പാട്ടുകളൊക്കെ ഇപ്പോഴും പാതിരാമഴയാണ്. അപ്പോൾ ഒരു കഥ ഉണ്ടാവുകയും ആ കഥ സിനിമയ്ക്ക് പണ്ട് ഇതുപോലെ കേട്ടിട്ടുണ്ട്, ഒരു ആൾ കഥ പറഞ്ഞത് ഡൈനോസറിൻ്റെ കഥയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് അങ്ങനെ ഒരു ഡൈനോസറിൻ്റെ കഥ വെച്ച് എടുക്കാനായിട്ടുള്ള സാങ്കേതികം ഒന്നുമില്ല. അപ്പോൾ ആ കഥ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ആ കഥയാണ് വർഷങ്ങൾക്ക് ശേഷം വേറെ നോവലായിട്ട് വന്ന ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ് സ്പിൽബർഗ് വേൾഡ് ഫേമസ് ആക്കിയത്. അപ്പോൾ അന്നത്തെ സാഹചര്യം ചില ടെക്നോളജിയുടെ സപ്പോർട്ട് കൊടുത്ത്, ടെക്നോളജി ഭയങ്കരമായിട്ടുള്ള ഇതിലാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. പണ്ട് പറഞ്ഞ പോലെ ഒരു കോമഡി ഉണ്ട്. അതായത് തിലകൻ ചേട്ടൻ എപ്പോഴും ഒരു ഷോട്ട് പറയായിരുന്നു. പുള്ളി ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള സംഭവത്തിന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവ് ഇങ്ങനെ പുറക്കുകയാണ് ആകാശത്തോടി. ആദ്യം ഒരു ചർച്ചിൻ്റെ അവിടെ പോയിരിക്കുന്നു. ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് പറന്ന് ഒരു മോസ്കിൻ്റെ അവിടെ പോയിരിക്കുന്നു. ആ മോസ്കിൻ്റെ അവിടെ നിന്ന് പറന്ന് സിംഗിൾ ഷോട്ടാണ്, അമ്പലത്തിൻ്റെ അവിടെ പോയിരിക്കുന്നു. അപ്പോൾ കേട്ടൊരാൾ പറഞ്ഞ് ഈ പ്രാവ് ഇങ്ങനെയൊക്കെ പോവുകയും ക്യാമറയ്ക്ക് ഒപ്പം പോകും, ക്യാമറ ഇതിൻ്റെ കൂടെ പോകേണ്ടി വരും, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതൊരു വളരെ റിസ്കി ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ 5 വർഷം മുമ്പ് വളരെ റിസ്കി ആയിരുന്നു. ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുമ്പോൾ അദ്ദേഹം എന്താണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ആ ക്രിയേറ്ററിന് മനസ്സിലാതെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്നത് അതിനെക്കാട്ടി ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നോളജിയുടെ ഒരു ഇത് സിനിമയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മൾ അത് അറിഞ്ഞിരിക്കണം. കാരണം ഈ കഥ സിനിമയാക്കാൻ പറ്റുന്ന ഇന്ന് സാങ്കേതിക ഘടകങ്ങൾ പറ്റുമോ എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ അയാളൊരു തിരക്കഥാകൃത്താവുള്ളൂ. തിരക്കഥാകൃത്ത് മാത്രമല്ല, തിയേറ്ററിലെ സ്ക്രീനിൽ ഈ സിനിമ കഥ എന്ന് പറഞ്ഞത് സിനിമയാക്കുമ്പോൾ ഏതെല്ലാം രൂപത്തിലാണ് ഔട്ട്പുട്ട് വരുന്ന ഓരോ ഷോട്ടുകൾ കൂടി പറയുന്നുള്ള സിനിമ, ഓരോ സീനുകളിൽ കൂടിയും ഈ കഥ എങ്ങനെ പറഞ്ഞു കൊണ്ടുവരണം എന്നുള്ള അയാളൊരു ഷുഡ് ബി ഒരു നല്ലൊരു ടെക്നീഷ്യനാണ്. കഥാകൃത്ത് ഒരു ഫീൽ ചെയ്തൊരു കഥ ഉണ്ടാക്കുമ്പോൾ തിരക്കഥാകൃത്ത് അതിൻ്റെ സാങ്കേതികത കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് തിരക്കഥ. അപ്പോൾ ഈ സാങ്കേതികത്വം ഭയങ്കരമായിട്ട് പഠിക്കണം. അപ്പോൾ കഥാകൃത്തും ഒരാളും തിരക്കഥാകൃത്തും ആവുമ്പോൾ ഈ തിരക്കഥാകൃത്തിന് അതിൻ്റെ ഓരോ സീനുകളും എഴുതാൻ പറ്റുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ലാംഗ്വേജിൽ, ഡയലോഗിൽ ചിലപ്പോൾ ഇതുണ്ടാവും. ഇപ്പോൾ സാധാരണ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകൃത്ത് എന്ന് പറയുന്നത് അവൻ കഥ 5-10 മിനിറ്റിൽ ഫാസ്റ്റായിട്ട് നന്നായി കഥ പറയുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള കഥ പറച്ചിലൊക്കെ ഒരു കാതികനായിരിക്കണം ആദ്യം കഥാകൃത്ത്. അവർക്ക് 5-10 മിനിറ്റ് വരുമ്പോൾ കിട്ടും. അതിനുള്ളിൽ അവർ കഥ പറഞ്ഞാൽ മാത്രമാണ് അടുത്ത പലരും വായിച്ച് നോക്കാനൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രതിഭാശാലികളിൽ പലരും ഉള്ള ലോഹിദാസ് ഏട്ടൻ ഒരിക്കലും കഥ പറഞ്ഞ്, പുള്ളി ഏതോ സിനിമയുടെ കഥ പറയുമ്പോൾ ഡയറക്ടർ പറഞ്ഞാൽ എനിക്ക് കഥ പറഞ്ഞ അമ്മാനാണുള്ള കഴിവൊന്നുമില്ല, ഞാനൊരു സംഭവം എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും. കിരീടത്തിൻ്റെ ഏതോ സ്ക്രിപ്റ്റായിരുന്നു, ഏതോ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റായിരുന്നു. വിനയൻ സാർ അതുപോലെ നന്നായിട്ട് കഥ പറയുന്നത്. വിനയൻ സാർ നന്നായിട്ട് കഥ പറയും. ഏറ്റവും നന്നായിട്ട് കഥ പറയുന്നത് ജോൺ പോൾ സാറാണ്. ജോൺ പോൾ സാർ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സിനിമ കണ്ടതിന് തുല്യമാണ്. അതേപോലെ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ കഥാകൃത്താവാൻ ഇദ്ദേഹത്തിന് ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ജെയിംസ് ആൽബർട്ട് ഒത്തിരി സിനിമകൾ സ്ക്രിപ്റ്റ് എഴുതി ക്ലാസ്മേറ്റ് തൊട്ട് കുറേ പടം എഴുതി, അത് ഡയറക്ടറായി. ഞങ്ങൾ സീരിയൽ അതിന് തൊട്ട് മുമ്പ് ഞങ്ങളൊരു സീരിയലിന് വർക്ക് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പിക്ചേഴ്സിൻ്റെ ഒരു സീരിയൽ കഥാനായിക എന്ന് പറഞ്ഞ സീരിയൽ ശങ്കർവാളത്തിങ്ങൾ ഡയറക്റ്റ് ചെയ്തത്. ഞാൻ എൻ്റെ അസോസിയേറ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വിക്ക് ഭയങ്കരമായിരുന്നു. നന്നായിട്ട് സീൻ എഴുതും, പക്ഷേ ഭയങ്കര വിക്കായിരുന്നു പുള്ളിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ ഈ വർഷം ഞാനൊരു സിനിമ എഴുതാൻ പോവുകയാണ്,
അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും പുള്ളിക്ക് കഥ പറഞ്ഞൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹം ഗംഭീരമായിട്ട് എഴുതി. അതാണ് ക്ലാസ്മേറ്റ്സ്. മനസ്സിലായില്ലേ? പക്ഷേ അദ്ദേഹം അതിന് ശേഷം, അപ്പോൾ അതിന് കുറച്ച് മുമ്പ് പതുക്കെ അദ്ദേഹം ഇപ്പോൾ ഇക്കൊന്നുമില്ല, അദ്ദേഹം പക്ക സെറ്റപ്പായി, പക്ക മാറി അദ്ദേഹം ഡയറക്ടറായി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചില ഘടകങ്ങൾ ഒരിക്കലും ഇപ്പോൾ കഥ ചിലർക്ക് പറഞ്ഞാൽ കഥ പറഞ്ഞാലും മാത്രമാണ് ഇത് എന്ന് വെച്ചാൽ അത് നമ്മളൊരു ഒരു സംവിധായകൻ്റെ മുമ്പിൽ പെട്ടെന്ന് കഥ പറഞ്ഞ് എഴുതി ചിലർ കഥ നന്നായിട്ട് പറയും, പക്ഷെ തിരക്കഥ ആകുമ്പോൾ വളരെ മോശമായിരിക്കും. അങ്ങനെ ഒത്തിരി നടന്മാർ തന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. തിരക്കഥാകൃത്തുകൾ കൃത്യമായിട്ട് ഒരു സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യുക അതിൻ്റെ പ്രാക്ടിക്കൽ നോളജും കൂടെ അവർക്ക് അറിഞ്ഞിരിക്കണം എന്നാണോ? തീർച്ചയായിട്ടും. അങ്ങനെ അറിഞ്ഞിരിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നിർദ്ദേശിക്കാനുള്ളത് വേൾഡിലെ തന്നെ നമ്പർ 1 ഒരു ബുക്കാണ് സ്ക്രീൻ പ്ലേ. സിഡ്ഫീൽഡ് എഴുതിയ സ്ക്രീൻ പ്ലേ. അതാണ് ജെയിംസ് കാമറോണും സ്പിൽബർഗ് പോലുള്ള ഫേമസ് ഡയറക്ടർമാർ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ദ സ്ക്രീൻ പ്ലേ. സിഡ്ഫീൽഡ് എഴുതിയേക്കുന്നത്. അദ്ദേഹം ഫേമസ് ആയിട്ട് കൊക്കൂൺ ഒത്തിരി പടങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചത് ഏറ്റവും ഹിറ്റടിക്കുന്ന വിജയ ഫോർമുലയുള്ള സിനിമകളെക്കുറിച്ച് വളരെയധികം പഠിച്ചതിന് ശേഷം അതിനെ ക്രോഡീകരിച്ച് എഴുതിയേക്കുന്ന ഒരു ബുക്കാണ്. അത് ഫോളോ അപ്പ് ചെയ്താൽ ഒരു വിജയകരമായ തിരക്കഥ എഴുതാനും കഥയും തിരക്കഥയും സംഭാഷണം എഴുതാനും ഒരാൾക്ക് എങ്ങനെയാണ് സിനിമയെ സമീപിക്കേണ്ടത്, ആദ്യത്തെ സീൻ എങ്ങനെ ആയിരിക്കണം, എത്ര മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പോകേണ്ടത്. കഥ എന്ന് പറയുമ്പോൾ അതിനൊരു ഫസ്റ്റ് വേർഡ് എന്ന് വെച്ചാൽ ആദിമധ്യ അന്തം ഉണ്ടാവണം. ആദിമധ്യാന്തമാണ് കഥ. ഒരു തുടക്കവും ഒരു മധ്യവും ഒരു എൻഡും വേണം കഥയ്ക്ക്. അതാണ് ഒരു തുടക്കം. അത് ഏത് വിഷയവും ആവാം. അപ്പോൾ ഒരു വിഷയങ്ങൾക്ക് പഞ്ഞുമില്ല. വിഷയങ്ങൾ കണ്ടെത്തുന്ന ഒരു വിഷയം. അപ്പോൾ വിഷയങ്ങൾ കണ്ടെത്തിയാലും തിരക്കഥയിലേക്ക് മാറ്റുമ്പോൾ സിനിമയെക്കുറിച്ചും സിനിമയുടെ സാങ്കേതികതയെക്കുറിച്ചും സിനിമ സ്ക്രീനിൽ എങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ധാരണയുള്ള ഒരാൾക്കാണ് തിരക്കഥ എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈ സീനുകളൊക്കെ വിഷ്വൽ കാണാൻ തിയേറ്ററിൽ എങ്ങനെ പ്രദർശിപ്പിക്കും, അപ്പോൾ അതിൻ്റെ ഔട്ട് എങ്ങനെ കാണാൻ പറ്റുന്ന ആൾക്കാണ്. അത് ഡയറക്ടറും അങ്ങനെ തന്നെയാണ്. കാണുന്ന ആൾക്ക് മാത്രമാണ് തിരക്കഥ വൃത്തിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പഠിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇത് രണ്ടുമുള്ള ആൾക്ക് ഡയലോഗ് എഴുതണമെന്നില്ല. അപ്പോൾ ഡയറക്ടർ ശങ്കർ സാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് എഴുതിയിരുന്നത് സുജാത എന്നൊരു ഏജ്ഡ് ആളാണ്. അദ്ദേഹമായിരുന്നു എല്ലാം ശങ്കർ സാറിൻ്റെ പടങ്ങൾ ഡയലോഗ്സ് എഴുതിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ മണിരത്ന സാറിൻ്റെ പടം സുജാത തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന കഥയെ തിരക്കഥയും സംഭാഷണമാക്കി എഴുതാൻ, അല്ലെങ്കിൽ കഥ തിരക്കഥയെ സംഭാഷണമാക്കി എഴുതാനുള്ള കഴിവാണ്. അപ്പോൾ ഇത് മൂന്ന് കഴിവാണ്. സാറ് പറഞ്ഞത് ഇപ്പം ഡയലോഗ് എഴുതുമ്പോൾ ഇപ്പോൾ ഒരു വഞ്ചി തുഴയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം അനുസരിച്ചുള്ള ഒരു ഡയലോഗ് ആയിരിക്കണം അദ്ദേഹം പറയേണ്ടത്. അല്ലാതെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേറെ സ്റ്റൈലുകളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഡയലോഗിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു വീട്ടിൽ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ ഏത് തരത്തിലുള്ള അച്ഛനാണ്, ഏത് മതത്തിൽപ്പെട്ട അച്ഛനാണ്, എത്ര പ്രായമുള്ള അച്ഛനാണ്, അച്ഛൻ്റെ വിദ്യാഭ്യാസം എന്താണ്, അച്ഛൻ എന്ത് ജോലി ചെയ്യണം, എന്ത് അവസ്ഥകളിലാണ് അച്ഛൻ നിൽക്കണത്, രോഗിയാണോ, അല്ലെ, അതിന് ഒത്തിരി ഡീപ്പുണ്ട്. അയാൾ എങ്ങനെ സംസാരിക്കണം, അയാൾ ഏത് ദേശക്കാരനാണ്, ഏത് ഭാഷക്കാരനാണെന്ന് ചോദിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മളൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ലെഫ്റ്റ് എഴുതുമല്ലോ. അതെ, ലെഫ്റ്റ് നോട്ട് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് അദ്ദേഹം എന്ന് ജനിച്ചു, എന്താണ് ഹോബി, അയാൾ എങ്ങനെ പ്രതികരിക്കും സാഹചര്യങ്ങളോട്. അപ്പോൾ അച്ഛനാകുമ്പോൾ തന്നെ അമ്മയുണ്ടാവും. അപ്പോൾ ഈ തിരക്കഥാർത്ഥം ഡയലോഗ് എഴുതുന്ന ആൾ അമ്മയുടെ അപ്പം തന്നെ സ്ത്രീയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂലേക്ക് മാറണം. അപ്പം തന്നെ മകളുണ്ടാവും, ന്യൂ ജനറേഷനിലുള്ള ആ മകളിലേക്ക് ട്രാൻസ്ഫർ. അപ്പോഴാണ് ഓട്ടോ ഡ്രൈവർ വന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുശിനിക്കാരി വന്ന് വിളിക്കുന്നത് അപ്പോഴായിരിക്കും. ഈ അപ്പോൾ കൂട് വിട്ട് കൂടെ മാറ്റം എന്ന് പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടറുകളിലേക്കും വളരെ നിമിഷ നേരം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ആളായിരിക്കണം. ആരാണെങ്കിൽ ഈ കഥയും തിരക്ക് സംഭാഷണം എഴുതുമ്പോൾ സംഭാഷണം എഴുതുന്ന ആൾക്ക് പെട്ടെന്ന് അതേ മാത്രമല്ല അയാൾക്ക് ആഴത്തിലും പരപ്പിലുള്ള പഠനം ഉണ്ടാവണം, ലാംഗ്വേജുകളെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം, കഥയെ എങ്ങനെയാണ്, കഥയിൽ എന്തെല്ലാം കാര്യങ്ങൾ വരണം, ഈ സീനിൽ എന്തെല്ലാം ഡയലോഗ് വേണം, ഡയലോഗ് വേണോ വേണ്ടേ, അതിൽ പറയുന്ന ഡയലോഗുകൾ സീൻ ഫോളോ അപ്പ് ചെയ്ത് പോകാനുള്ളതാണ്. അതിൽ ഏതെല്ലാം പറയാം, ഏതെല്ലാം പറയണ്ട എന്നുണ്ട്. അപ്പോൾ മാത്രമല്ല സെൻസർഷിപ്പൊക്കെ നോക്കിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്കൊരു ഡയലോഗ് എഴുതാൻ. ഈ ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ അത് സമൂഹത്തിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഒരു വല്ല വയലൻസ് ഉണ്ടാക്കുമോ. അതുകൊണ്ടാണ് സെൻസർ ബോർഡൊക്കെ ഇരിക്കുന്നത്. കാര്യം നമ്മൾ എഴുതുന്ന എല്ലാ കാര്യങ്ങളും അവരത് സെൻസർ ചെയ്തിട്ടേ വിടുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള ധാരണയുള്ള ഒരാൾക്കാണ് ഡയലോഗ് എഴുതി പോകാൻ പറ്റുള്ളൂ. ഇപ്പം അറിയാതെ എഴുതി പോയി കഴിഞ്ഞാൽ സെൻസറിൽ അത് കട്ട് ചെയ്ത് കളയും. അപ്പോൾ അത് വേസ്റ്റ് ഓഫ് മണിയാണ്. സെൻസറുടെ കയ്യിൽ നിന്ന് പോകുന്ന. അതെ. അപ്പോൾ അത് ചിലപ്പം സിനിമയ്ക്ക് തന്നെ ബാധിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം നമുക്കൊരു കഥ പറയണം, ആ കഥയിൽ മസ്റ്റായിട്ടും ആ ഡയലോഗ് പറഞ്ഞതിനെ പറ്റൂ. ഇപ്പം നീ ഗർഭിണിയാണോ എന്നുള്ളൊരു ചോദിക്കുന്നത്. ഇപ്പോൾ എന്നമ്പിള്ള സാർ പറഞ്ഞു നീ ഗർഭിണിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കേണ്ടത്. അന്നത്തെ കാലത്തെ നാടകത്തിൽ നീ ഗർഭിണിയാണോ എന്നുള്ളതിന് പകരം നീ മാതൃത്വത്തിൻ്റെ മഹനീയമായ ഉന്നതിയിലേക്ക് എത്താൻ പോവുകയാണോ എന്ന് ചോദിക്കാൻ
ചില ക്യാരക്ടറിന് പറ്റൂല, ചില ക്യാരക്ടറിന് പറ്റും, ചില ക്യാരക്ടറിന് പറ്റൂല. അപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെ ഇതനുസരിച്ചാണ് ഓരോ ഡയലോഗ് വരിക. ഇപ്പോൾ ഫ്രാൻസിസ് പുണ്യവാളൻ പറയുന്ന ഫ്രാൻസിസ് പുണ്യവാളന് മലയാളം അറിയാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പുണ്യവാളൻ മലയാളത്തിലേക്ക് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വളരെ ഹ്യൂമറസ് ആയിട്ട് രഞ്ജിത്തേട്ടൻ തന്നെ ഡബ് ചെയ്തേക്കണം ഫ്രാൻസിസ് പുണ്യവാളൻ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനെക്കുറിച്ചും എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലും നിന്നുകൊണ്ട് ചിന്തിക്കുകയും ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ആ ക്യാരക്ടർ എങ്ങനെ പ്രതികരിക്കും ചെയ്യുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളായിരിക്കും ശരിക്കും പറഞ്ഞ ഡയലോഗ് എഴുതേണ്ട ഒരു സംഭവം. അപ്പോൾ ഇത്രയും നേരം ഈ SP വ്ളോഗ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പറയാണ്. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ടുള്ളൊരു സംവാദങ്ങളും അതേപോലെ തന്നെ ചർച്ചകളും ഒക്കെ നമ്മുടെ ഇതിലുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന ഉത്തരം തരാം. അപ്പോൾ അതിന് വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ. അത് ആ വാട്സപ്പിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറുപടി തരാം. അതിന് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് തരാൻ പറ്റുക തീർച്ചയായിട്ടും ഞങ്ങൾ അത് തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ SP വ്ളോഗ് നിങ്ങൾ തുടർന്ന് കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഏറ്റവും വേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തും തുറന്ന് പറയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും തുറന്ന് തന്നെ പറയാം. താങ്ക് യു വെരി മച്ച്. ഇത് ഏത് സ്ഥലത്തു നിന്നും തുടങ്ങണം എന്നോ അങ്ങനെ സംഭവമൊന്നുമില്ല. സിനിമയ്ക്ക് അങ്ങനെ നിയതമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുണ്ട് സിനിമയിൽ. കാരണം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉദാഹരണം ഇപ്പം നമ്മൾ ആദ്യം ഒരു ഷോട്ട് എടുത്തു, ഒരു വണ്ടി നേരെ നമ്മൾ ക്യാമറ വെച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു വണ്ടി ബസ് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഷോട്ട് നമ്മൾ എടുക്കുന്നത് ക്യാമറ നമുക്ക് ടെക്നിക്കലായിട്ടൊന്നും അറിയില്ല. നമ്മൾ ക്യാമറ നേരെ ഈ ഓടിയ വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പാടില്ല അതിൻ്റെ ഷോട്ട് എന്ന് വെച്ചാൽ പടം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആദ്യത്തെ ഷോട്ട് വണ്ടി വന്നുകൊണ്ടിരിക്കണം തിരിച്ച് ബാക്കിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ വണ്ടി വന്നിരുന്ന വണ്ടി തിരിച്ചു പോകണം. അതിന് കുറേ ടെക്നിക്കൽ വശങ്ങളുണ്ട്.